ഷാജി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള സംഭവഗതികൾ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി, റിപ്പോർട്ടർ എന്ന നിലയിൽ കൂടി അവിടെ നിലനിൽക്കുന്ന ദുരൂഹതകൾ മാത്രമല്ല, ഈ 4 സ്ത്രീകളെ കാണാനില്ലാത്തൊരു സാഹചര്യം. പക്ഷേ ഇപ്പോഴും തെളിവെടുപ്പിൽ പല വിധത്തിലുമുള്ള ഏതാണ്ട് 64ഓളം അസ്ഥികഷ്ണങ്ങൾ കിട്ടുന്നു, നിരവധി സ്ത്രീകളുടേതെന്ന് തോന്നിക്കുന്ന വസ്ത്രങ്ങളുടെ അവശേഷിപ്പുകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ കൃത്യമായി ദുരൂഹതയെ ചുരുളഴിക്കുന്ന ഒരു സംഭവഗതികളിലേക്ക് പോയിട്ടില്ല ഈ പള്ളിപ്പുറം കേസ്, അല്ലേ? അതെ അജിംഷാദ്, ആദ്യ കേസ് ബിന്ദു പത്മനാഭൻ്റെ കേസ് 2006 മിസ്സിംഗ് കേസ് വന്നിരിക്കുന്നത്. അത് 2017 വരെ പോലീസ് അന്വേഷിച്ചു. പക്ഷേ ഇതിനിടയിലൊക്കെ തന്നെ ഒരുപക്ഷെ അടുത്ത ബന്ധുക്കൾക്കൊക്കെ തന്നെ മിസ് കോളുകളൊക്കെ തന്നെ വരാറുണ്ട്. അത് ഒരു സ്ഥിരം സംഭവമാണ്. ഇങ്ങനെ ഓരോ വർഷവും മിസ്സിംഗ് ആയുന്നവർ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വരുത്തി തീർക്കാനായിട്ട് അവരുടെ ഫോണിൽ നിന്നും അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഒരു മിസ് കോൾ അങ്ങനെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കുമ്പോൾ ആൾ ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് അവർ കാര്യമായൊരു അന്വേഷണത്തിലേക്ക് പോകില്ല. ഏറ്റവും ഒടുവിൽ ജൈനമ്മയുടെ കേസ് വരെ അതാണ് ഇയാൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കേസ് കഴിയുമ്പോഴും ആൾ മിസ്സിംഗ് എന്നും പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു സൂചന പോലീസിന് ലഭിച്ചു കഴിഞ്ഞാൽ പോലീസ് അതിൽ കാര്യമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് പോകില്ല. നേരെ മറിച്ച് ആളില്ല, അല്ലെ ആളെക്കുറിച്ചൊരു വിവരവും ഇല്ലെങ്കിലായിരിക്കും ആളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് പോലീസ് പോകും. അങ്ങനെ അന്വേഷിച്ച് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പക്ഷേ സെബാസ്റ്റ്യൻ അവരുടെ ഫോൺ കൈവശമാക്കിയിട്ട് അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് മിസ് കോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ജൈനമ്മയുടെ കേസിലാണ് ഇങ്ങനെ ഒരു മിസ് കോൾ ചെയ്ത് അങ്ങനെ ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വരുത്തി തീർത്തു. പിന്നീട് അത് റീചാർജ് ചെയ്യാനായിട്ടൊരു മൊബൈൽ കടയിൽ ചെന്ന് റീചാർജ് ചെയ്യുമ്പോഴാണ് എന്തായാലും ക്രൈംബ്രാഞ്ച് വളരെ ജാഗ്രതയോടുകൂടി തന്നെയായിരുന്നു കോട്ടയത്തുണ്ടായിരുന്നത്. ആളെ പിടികൂടുകയായിരുന്നു. അതിനുശേഷമാണ് ഇയാളെ വീട്ടിൽ കൊണ്ടുവരികയും അവിടെ പരിശോധന നടത്തുകയും അങ്ങനെ ആദ്യം ജൈനമ്മയുടെ സംശയിക്കുന്ന ശരീരാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുകയും അത് പരിശോധനയ്ക്ക് അയക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ DNA ടെസ്റ്റ് വന്നിട്ടില്ല. അതിനുശേഷം കോട്ടയത്തെ ഈ ഒരു സംഭവത്തിന് ശേഷം ആലപ്പുഴയിലെ പോലീസും പഴയ കേസുകൾ അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ക്രൈംബ്രാഞ്ചും അതോടൊപ്പം തന്നെ പോലീസും സമാന്തരമായ രീതിയിലുള്ള അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിനിടയിൽ ഏതാണ്ട് 3 പേര് മിസ്സിംഗ് ആണ് ഈ കാലയളവിൽ. അതും ഇവർക്കെല്ലാം തന്നെ സെബാസ്റ്റ്യനുമൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. വസ്തു ഇടപാടുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്, അങ്ങനെ പല ഇടപാടുകളുണ്ട്. ഈ ഇടപാടുകൾ എല്ലാവരും ഈ 4 സ്ത്രീകളുമായിട്ടും ഇയാൾക്കുണ്ടായിരുന്നു. മറ്റു പല സ്ത്രീകളുമായിട്ട് സാമ്പത്തിക ഇടപാടുകളും അതോടൊപ്പം തന്നെ സ്വർണം വായ്പയായി വാങ്ങിക്കുക, വസ്തു വിൽക്കുക, ഇങ്ങനെ പല കച്ചവടങ്ങളുണ്ട്. ഇതിനിടയിൽ ബിന്ദു പത്മനാഭൻ്റെ വസ്തുക്കൾ, അവർക്ക് ഒട്ടനവധി വസ്തുക്കളുണ്ട്. അത് എറണാകുളത്ത് അത് വ്യാജമായിട്ട് വിൽപ്പനയ്ക്ക് നടത്തിയപ്പോഴാണ് അത് ഈ സംഭവങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തു വരികയും ഇയാളെ അന്ന് പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തു. അന്ന് ഇദ്ദേഹത്തിൻ്റെ ബിന്ദുവിൻ്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പോലീസ് ഇടപെടുകയും ഈ കേസിൽ അന്ന് 1-2 പ്രതികളെ പിടികൂടുകയും വ്യാജ രേഖകൾ ചമച്ച് വരെ അകത്താക്കുകയും ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ തക്ക കേസുകളൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം 2017 ഇവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാരണത്താൽ തന്നെയാണ് കൂടുതലായിട്ട് പോലീസ് അന്വേഷിക്കാതിരുന്നത്. പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നതിന് ശേഷമാണ് ഇയാളുടെ കുരുക്കുകളിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ചേർത്തലയിൽ കൊണ്ടുവന്നപ്പോൾ ഇയാൾക്ക് യാതൊരുവിധ മുഖത്ത് ഭാവങ്ങളില്ല, ഭയമില്ല. കാരണം അത്ര കൃത്യമായിട്ട്, അല്ലെങ്കിൽ ആ പോലീസുകാർക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലേക്കാണ് ഇയാൾ ഓരോ സ്ത്രീകളെയും കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. സമാന്തരമായിട്ടുള്ള മറ്റു പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇയാളെ പോലീസിൻ്റേതായ രീതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇയാൾ രോഗബാധിതനാണ്, ഏതാണ്ട് 68 വയസ്സുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ജീവഹാനി വരെ സംഭവിക്കാൻ, ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോലീസ് രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പോലീസിലൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്ത് ചോദ്യം ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു. അത് ഇയാൾക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ ഇയാൾ പോലീസിനോട് ഒരു കാര്യങ്ങളും തുറന്നു പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് ഇയാളുമായിട്ട് അടുത്ത ബന്ധപ്പെട്ട് നിന്നവരെയും അതോടൊപ്പം തന്നെ ഇയാളുമായിട്ട് മറ്റ് കച്ചവടം നടത്തിയവരെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. പക്ഷേ ഇവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം ഇയാൾ കുറ്റക്കാരനാണ്. ഇയാൾ നിരന്തരം ആ വീട്ടിൽ സ്ത്രീകളെ കൊണ്ടുവരുമായിരുന്നു, സുഹൃത്തുക്കളുമായി മദ്യപിക്കുമായിരുന്നു, രാത്രികാലങ്ങളിൽ അവിടെ നിന്നും പുക വരുമായിരുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ നാട്ടുകാർ പറയുന്നു. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പറമ്പ് കിളയ്ക്കുമായിരുന്നു. പിന്നെ വീടിൻ്റെ അടിത്തറ ഇടയ്ക്ക് ഇളക്കി അത് പുതിയത് സ്ഥാപിക്കും. അതൊരാളെ കൊണ്ട് ഇളക്കിയിട്ട് അയാളെ കൊണ്ട് തന്നെ അത് വയ്ക്കാതെ മറ്റൊരാളെ വിളിച്ചായിരിക്കും അത് രണ്ടാമത് സെറ്റ് ചെയ്യിക്കുക. ഇങ്ങനെ
വളരെ സംശയം ജനിപ്പിക്കത്തക്ക തരത്തിലുള്ള വിവരങ്ങളാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ തെളിയിക്കാനായിട്ട് പോലീസിന് വളരെയധികം സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ചോദ്യം ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ഇതിനിടയിലെല്ലാം തന്നെ ഇയാൾ ഈ കുറ്റം ചെയ്തു. ഇയാളുടെ വീട്ടിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഏതാണ്ട് 62 അസ്ഥികഷ്ണങ്ങൾ എടുത്തു. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ സംശയിക്കുന്ന ബാഗ് എടുത്തു. ഇങ്ങനെ പോലീസ് അന്വേഷണം വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പ്രതിക്ക് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലേക്കുള്ള തെളിവുകളിലേക്ക് പോകാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും DNA ടെസ്റ്റുകളും മറ്റും വരുമ്പോൾ പോലീസ് ഇതുപോലത്തെ സാഹചര്യ തെളിവുകളും ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും ഇയാൾ പിടിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.